So guys, welcome back to our YouTube channel. Day 2. നമ്മൾ ഇന്ന് നമ്മൾ ചുരം ഇറങ്ങും ചെയ്യാണ്. അതെ, നമ്മളിന്ന് ചുരം ഇറങ്ങാണ് വിത്ത് നമ്മുടെ ഡാഡി ഗിരിജ. അൻഫസിനെ കൂട്ടാണ്ടിട്ടാണ് നമ്മള് വയനാട് വരെ പോയത്. പിന്നെ നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അൻഫസിനെ ഒറ്റക്ക് വിടാന് എന്റെ ഉമ്മാക്കും ഉപ്പാക്കും വൈഫിനും പേടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വേണ്ടി ഞങ്ങള് ഒറ്റക്ക് വരണോ വിചാരിച്ചായിരുന്നു ഞങ്ങള് ഓന്റെ ഒപ്പം കാറിൽ. പക്ഷെ ശരിക്കും അൻഫസ് ആണ് നമ്മള് ചെലവൊക്കെ നോക്കേണ്ടത്. അവൻ തന്നെ നോക്കുന്നത്, എല്ലാവരും നോക്കുന്നത് അൻഫസ് തന്നെയാണ്. നല്ല സ്നേഹമുള്ളവനാണ്. അതെ. പിന്നെ നമ്മളുടെ കാരണവര് വലിയൊരു കാരണവര് ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. എന്താ നോട്ട് ഔട്ട്. അപ്പൊ അൻഫസ് ഇപ്പൊ ഇവിടെ ഏതോ എന്തുട്ട് സാധനം നമ്മളിനി കഴിക്കാൻ പോകുന്നതാണ് അടുത്ത സ്പോട്ടിലെ ഉപ്പിലിട്ടതും മാങ്ങയും പിന്നെ നെല്ലിക്കയും. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നെല്ലിക്ക സോഡ, നെല്ലിക്ക കാന്താരി. അതെ, ഇത് നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഓർക്ക് തന്നെ പ്രശ്നമുള്ളോ? ഓർക്ക് തന്നെ പ്രശ്നമുള്ള, നമുക്കൊരു പ്രശ്നമില്ല. ഇതിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നെല്ലിക്ക സോഡ, നെല്ലിക്ക കാന്താരി ഇതിങ്ങനെ പറയും. അപ്പൊ ഇങ്ങനെ നമുക്കൊരു തീരുമില്ല, നമ്മളെങ്ങനെ കാട്ടുന്നത് കോമാ. അപ്പൊ നമ്മള് എന്താ പറയാ, മറ്റേ സാധനല്ലേ, എന്ത് മിക്സഡ് ഫ്രൂട്ട് ഉപ്പിലിട്ടത് എന്തോ സാധനം ഉണ്ട് അൻഫസോടെ. നമ്മള് കഴിക്കാൻ പോവാണ്. ഇന്നലെ അൻഫസിന് അതൊരു കല്ലുമ്മക്കായി സ്പെഷ്യൽ സാധനം. അതങ്ങനെ അത് സൂപ്പർ സാധനം, സെറ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു കണ്ടാലറിയാം. അതെന്ന് പറഞ്ഞാല് ഇത്രയും ഫുഡല്ല സാധനം ഞാൻ ജീവിതത്തിൽ കഴിച്ചില്ല. അത് മൺമെടലായിരുന്നു സത്യം പറഞ്ഞിട്ട് ആദ്യത്തെ കഴിച്ചുകൾ ഇന്നലെ. അതെ, അടിപൊളി സാധനം. അതാണ് റോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഒരു ചെറിയൊരു ക്രിസ്പിനെസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതില് കുറച്ചൊരു സ്പൈസി ഒരു മെല്ലെ പറയുന്നത് ആകെ കൈമക്കാവുന്നത്. അങ്ങനെ പറയാം. ഫുഡ് ബ്ലോഗേഴ്സ് അങ്ങനെയാണ്. നമ്മള് ഇന്നലെ നമ്മൾ കഴിച്ചതാണ് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ്. ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടില്ല. ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ നമ്മൾ കഴിക്കാൻ പറ്റും. ഇത്രയും പെട്ട സാധനം നമ്മൾ കഴിച്ചില്ല. വയനാട് വന്നിട്ട് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനമാണ്. എവിടുത്തെ ചിക്കൻ ലോഞ്ച് സാധനം അടിപൊളി. അവിടുന്ന് കഴിക്കാണ്ട് 2 പീസ് ഞാൻ പാർസൽ വാങ്ങിച്ചു. തൊട്ട് അതിന് രാത്രി 2 മണിക്ക് കഴിച്ചിട്ട് പെട്ട സാധനം ഞാൻ കഴിച്ചു. എന്നിട്ട് 2 മണിക്ക് കഴിച്ചിട്ട് ആള് കിടന്നു തുടങ്ങി. അതിന് നൈറ്റ് എന്താ വരല്? നൈറ്റ് പറയും, നൈറ്റ് എന്താ വരല്? നൈറ്റ് എന്താ വരല്? ഇത് കാർവിംഗ് നൈറ്റ് കാർവിംഗ് വരും അത്ര. കെയർവിങ്സ് വരും അത്ര. എയർവിങ്സ്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും സാധനം പോയിട്ട് നോക്കാം. ബൈ ബൈ. അടുത്ത നമ്മള് നെല്ലിക്ക സോഡ കുടിക്കുന്ന വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ ബൈ. നമ്മള് അതുവിനോട് ഒറ്റക്കാക്കിട്ട് പോവാണ്. ആളറിഞ്ഞിട്ടില്ല, വരട്ടെ. അത് മിസ്സിംഗ് ആണ്, അതുവിനെ കാണാനില്ല. അത് വണ്ടി തപ്പിട്ട് അങ്ങനെയൊക്കെ നടന്നു പോയിട്ടുണ്ട്. അതുവിനെ നോക്കി നോക്കാം. അത് അവിടെ നിൽക്കണ അത് എന്താ എടുക്കണേ? ജ്യൂസ് വാങ്ങിക്കാം. അവരുടെ വണ്ടി വർക്ക് ചെയ്ത് എവിടെ? അപ്പുറത്ത്. എന്നോട് സോഡ മാത്രം വാങ്ങാനല്ലേ പറഞ്ഞേ? അത് പൈസ വേണ്ടേ? 20 ഉറുപ്പിക ഇല്ലല്ലോ തന്നിട്ടുള്ളൂ. നോക്കിയേ ഇല്ല. അത് കാരണം എന്താ കടയിൽ നിന്ന് കിട്ടേണ്ടത്. ഞാൻ പറഞ്ഞ 20 ഉറുപ്പിക്ക് തരും 100 വട്ടം ചോദിച്ചാളോട് തന്നില്ല. ഫോണിന്റെ വണ്ടിയുടെ ഉള്ളിലാണോ ആളെയും കടറ ബാക്കിലുണ്ടാന്നല്ലോ. എന്തായിരുന്നു അവിടെ പരിപാടി? സോഡ ബാക്കിലല്ലോ. ഞാൻ വരുമ്പോ എന്തോ കടയുടെ ബാക്കിലായിരുന്നു ഫ്രിഡ്ജ് ഇരിക്കുന്നായിരുന്നു. അപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് നേരെ പോയിട്ട് എടുത്തു. പക്ഷെ ഞാൻ കണ്ട സീൻ അങ്ങനെയല്ലോ. ഫ്രണ്ടില് ഫ്രിഡ്ജിൽ തണുപ്പ് ഞാൻ വരുമ്പോ ബാക്കിലുള്ള ഫ്രിഡ്ജിൽ തണുപ്പൊടി അങ്ങോട്ട് പോയത്. അല്ലാണ്ട് നമ്മള് വെറുതെ അങ്ങനത്തെ പോവില്ല. എന്താ പറയാ? അമ്മയച്ചി ഞാൻ പറഞ്ഞിരുന്നു ഫ്രിഡ്ജിന്റെ ബാക്കി പോയിരുന്നു. എങ്ങനെയായാലും ഇത് ഫ്രീ ആയിട്ട് വാങ്ങിച്ചിട്ട് വരും.
എനിക്കൊരു കോൺഫിഡൻസ് ഈ അണ്ണ നടത്തം ശരിയായിരുന്നില്ല കേട്ടാ അങ്ങോട്ട് വരുമ്പോ എങ്ങനെ എന്റെ ഒരു കോൺഫിഡൻസിൽ ഇപ്പത്തെ അവസ്ഥയിൽ പറ്റില്ല മുട്ടുമണങ്ങും മുട്ടുവണങ്ങൂല. അത് കാരണം പോയില്ല. അനീമ ഇച്ചിരി സുഖമായിട്ട് കിട്ടിയായിരുന്നു. ചിലപ്പോ അവിടെ പിടിച്ചേക്കോളെ. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് സോഡയിൽ സ്വർക്ക വയ്ക്കാണ്, കാന്താരി സ്വർക്ക. ഇതൊക്കെ ഡോക്ടറിന്റെ പരീക്ഷണങ്ങളാണ്. ഫസ്റ്റ് ആ സാധനങ്ങൾ കഴിക്കണം, എന്നാലാണ് അതിന് വെള്ളം കിട്ടുള്ളൂ. മൊണ്ണേ കൈ ആ ഇത് അൻഫസിന്റെ ഓരോ പരീക്ഷണങ്ങൾ ഇത് എങ്ങനെ ഉണ്ടാവും? അത് കുറച്ചാവണേ, സ്ട്രോങ് ആവണേ. കുളിക്കണ്ടേ? എന്നാ കുളിക്കാണ്ട് ക്യാമറമാനെ എങ്ങടെ എടുക്കണേ? കുറച്ചുകൂടെ വെച്ചോ, 1 ലിറ്റർ ഉണ്ടേ. എന്റെ അമ്മ എടുത്ത വീഡിയോ അമ്മിക്കാണ് കഴിവുള്ളൂ. ഈ ചെക്ക ഇപ്പൊ വയസ്സം കാലത്തുള്ള പോലെ മുളക് വാങ്ങിട്ടെ വീട് എന്റെ കയ്യത്തെ ബെസ്റ്റ് കൂടി ഞങ്ങൾ കുടിക്കാം. അത് മൊത്തം ഒഴിച്ചു അല്ലേ? കുറച്ച് തീക്ക് അതെങ്ങനുണ്ട്? ഒരു കുറച്ച് നെല്ലിക്കയിലിട്ടെ, അത് നെല്ലിക്കൊട്ട് കുറച്ച്. ഇതെവിടെ കട? ഐത്തിരി ഗാന്ധി നഗർ, ഗ്രീൻസ്, വയനാട് ഗാന്ധി ഗ്രാമം. ഇവിടെ പോയപ്പോ മിക്സഡ് ഏതാ മുളക് കഴിക്കണം. മുളക് എങ്ങനെ കഴിക്കണ്ടേ പറഞ്ഞാൽ മുളക് കഴിച്ചോ? എങ്ങനെയുണ്ട്? ഓ കടുമാങ്ങ സീൻസ് ആണോ? വരാം മീറ്റർ കുടിക്കാൻ. ഡോക്ടറുണ്ട് ഇവിടെ. ഇതിന്റെ ചെറുത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്നൊരു സ്ട്രോങ് ഉണ്ടാകും. ഇതായിരുന്നു നമ്മളെ എന്താ സാധനത്തിന്റെ പേര്? മിക്സഡ് ഉപ്പിലിട്ടതിന്റെ സുന. എങ്ങനെയുണ്ട്? അൻഡ്രസിന്റെ ഐഡിയ. അപ്പൊ നമുക്കിനി അടുത്ത എവിടെ പോകണം? നമ്മള് നേരെ കോഴിക്കോട്. ഇനി കോഴിക്കോട് നമ്മളിന്ന് മോസോൺ ബ്രോസ്റ്റഡും മന്തിയല്ല മധൂത്തും അവിടെ എന്തോ രാഹുൽ ഗാന്ധിന്റെ പരിപാടി ഉണ്ട് പറയുന്നുണ്ട്. പക്ഷെ തിരക്കില്ലാന്ന് തന്നെ നമ്മൾ കയറും, ഇല്ലാന്ന് നമ്മൾ വേറെ ഏതെങ്കിലും സ്പോട്ടിൽ നിന്ന് കഴിക്കും. രാഹുൽ ഗാന്ധി വരാൻ പറഞ്ഞു. നമ്മളിന്ന് ഇവിടെ എന്താ ആദുവിന്റെ ഏതാ ഫ്ലൈറ്റ്? ഇത് F91W. എൻ്റെ ഏതാ? നാടൻ. നമുക്ക് ഇവിടെ മത്സരമാണ് നോക്കുന്നത്. നമ്മൾ ഉള്ളത് ഇവിടെ ലക്കിടി അല്ലേ? ഇത് ലക്കിടി വ്യൂ പോയിന്റിലാണ് നമ്മളുള്ളത്. ഫോൺ അപ്പുറത്തേക്ക് പോലെ ഉള്ളത്. നമുക്ക് ഇവിടുന്ന് എന്തായാലും നോക്കാം. റെഡി കേട്ടോ? ഫ്ലൈറ്റ് കമോൺ, ഫ്ലൈറ്റ് കമോൺ. റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങടാ പോണ്. കാറ്റ് അവിടുന്ന് ഇങ്ങടാണേ. കാറ്റ് അവിടുന്ന് ഇങ്ങനെ ജയിച്ചത്. ഓ സീനായി, അതൊരു സീനായി.
അത് സീനായിട്ടാ. അയ്യോ ആടാ അത് വിഷയായിട്ടാ. അത് സീനായി. ആ പോണോക്ക് മോനെ ലാൻഡ് ചെയ്ത്. പക്ഷെ ഫസ്റ്റ് കളിയിൽ ജയിച്ചത് അനീമ. പഴയ വീല് നമ്മുടെ ഫാൻസ് ചാർജർ എന്താ നിലത്തിട്ട് പൊളിച്ചിട്ടുണ്ടായിരുന്നോ? കൈ ഓണായിക്കോ. കൈയിട്ട് മതി. അങ്ങനെ നമ്മൾ നീണ്ട വിഷമിന് ശേഷം വീണ്ടും മോസോണിക്ക് എത്തിയിരിക്കണം. ഇത് കൈയിടല്ലടാ. അതൊന്നും ഇടക്ക് കാണട്ടെ. ഒരു വെറി എന്താണ് പാടുവോ? റൈസ് മറ്റേ ഈ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണം. ക്യാമറ ഉണ്ട് വലിയ പീസ് എടുത്ത് ക്യാമറനുള്ളിൽ കൂടെ ഇപ്പുറത്തോടെ ഇതെല്ലാം ഒരേപോലെ ഉണ്ടാവും. അത് പറിച്ചത് നേരെ ഇത്. അൻപത് ചാമ്പി. അപ്പൊ നമുക്ക് വേറൊരു കാര്യം, മോസോൺ റെസ്റ്റോറന്റിന്റെ മോസോണിന്റെ അല്ലേ അടിഭാഗം നോക്കി നോക്കിയാൽ കാണിച്ചു കൊടുത്താൽ അടിഭാഗം, അതിന്റെ അടിഭാഗം കാണിച്ചു കൊടുക്കും. സൂമിയേ 3x അവിടെ റെസ്റ്റോറന്റ് എഴുതിയിട്ടുണ്ട്. പക്ഷെ പുറത്തേക്ക് റെസ്റ്റോറന്റ് കാണാല്ലേ? എന്തുകൊണ്ട്? ഡ്യൂ ടു മാനുഫാക്ചറിങ് ഡിഫക്ട്. അപ്പൊ എന്റെ ആൾക്കും പറ്റേണ്ടതാണ്. എന്തുകൊണ്ടാ പറ്റുക? അതിപ്പോ ഈ ശ്രദ്ധിച്ചില്ലേ? അതേപോലെ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് അതെന്താ ചർച്ച ചെയ്യണം. പക്ഷെ ശരിക്കും അതില്ല. അവിടെ എല്ലാവരും വന്നിട്ട് പൊറോട്ട ഇറച്ചി കറി ഉണ്ടാവിച്ചു. അങ്ങനെ മാറ്റിയതാണ്. പൊറോട്ട ഇറച്ചി കറി ഉണ്ടാവിച്ചു മോസോണി വന്നിട്ട്. റെസ്റ്റോറന്റ് ഇത് എല്ലാവരും ചോദിക്കില്ലേ പൊറോട്ട ഇറച്ചി കറി ഉണ്ടാകുന്നത്? മോസോൺ എഴുതുമ്പോൾ എല്ലാവരും റോസ്റ്റഡ് എന്ന രീതിയിൽ വരണം. അപ്പോൾ കുഴപ്പമില്ല. അതെ ഏതാ? അപ്പൊ ഇനി നമുക്ക് ബാക്കി കഴിച്ചിട്ട് പോകാം. ഓക്കെ. അപ്പോൾ നമ്മൾ മോസോണിൽ നിന്ന് ബ്രോസ്റ്റഡും മധൂത്തും കഴിച്ചു. എൻ്റെ ഇരുത്തൊക്കെ എന്തിനാ മനസ്സിലായി. അവിടെ മധൂത്തും കഴിച്ചു. പക്ഷെ നമ്മൾ എക്സ്പെക്റ്റഡ് ടേസ്റ്റ് അല്ലെങ്കിൽ ഇത് കണക്ക് കിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വിചാരിച്ച അത്ര ടേസ്റ്റ് വന്നില്ല. ഹൈപ്പ് കൂടുതലാണ്. കൊടുത്ത് പോയ കാരണം മേ ബി അത്. പക്ഷെ രസമുണ്ട്. പക്ഷെ എന്നാലും നല്ല വിശന്നിട്ട് പോയ കാരണം ബ്രോസ്റ്റഡ് അത്ര ഹൈപ്പ് സാധനം ഒന്നും അറിയാൻ പറ്റില്ല. അത്ര എന്താ മെഷീൻ ഏതാടാ സാധനം? മറ്റേ മാലേക്ക് മില്ലത്തെ ആ സാധനത്തിന്റെ ആള് കേൾക്കണ്ടേ. പക്ഷേ രസമുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ അത്ര ഹൈപ്പ് ഇല്ലേ? ഹൈപ്പ് കുറവാണ്. അത്ര ഇതിലുള്ള ഇല്ല. എന്നാലും കുഴപ്പമില്ല. ഇന്നലത്തെ രാത്രി കഴിച്ച രാത്രി നമ്മളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറിയ സ്ഥലത്ത് അല്ലേ കിടിലം ചിക്കൻ ലോഞ്ച് വയനാട്. അതൊരു സീൻ സാധനമായിരുന്നു. അത് ഞങ്ങളിപ്പോൾ വടക്കേടക്ക് അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇട്ടാലും നടക്കാൻ നമ്മളെ ആലോചനയിൽ വന്നു. ലെൻഫസേ പ്ലാനിങ് ഉണ്ട്. അയ്യോ ഓക്കെ ശരി എന്നാൽ പറയാ. കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അങ്ങനെ ചെയ്യും. പിന്നെ നമുക്ക് ലക്ഷ്യയുടെ ബോർഡാണ് അവിടെ. 21-ാം വയസ്സിൽ ലൈഫ് സൂമിയേ എൻ്റെ ഇത് ഡ്രോൺ ശരിയല്ല കേട്ടോ. 21-ാം വയസ്സിൽ ലൈഫ് സെറ്റ് ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 60 നോട്ട് ഔട്ട് ലൈഫ് 60 നോട്ട് ഔട്ട് ലൈഫ് സെറ്റ് ആയില്ല. കണ്ണാട പറഞ്ഞപ്പോ നൈസില് മാസം അത് ഓൻ്റെ വിചാരം മാസം അയച്ചിട്ട് ലൈഫ് ഇപ്പോ കയ്യാനയക്കണേ.
നോ സ്വന്തമായിട്ട് നമ്മൾക്ക് ബിസിനസ് ഉണ്ട്. അതെ. ആ, വണ്ടി കച്ചവടം ഇത് വണ്ടി കച്ചവടം ഇല്ലീഗൽ വണ്ടി കച്ചവടം സീനാണ്. 2 ലക്ഷം റുപ്യ വണ്ടി എടുക്കും അവന് ചെറിയ തട്ട് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് 1 ലക്ഷം റുപ്യ കയറ്റി പറയും 3 ലക്ഷം റുപ്യ. അതൊക്കെ നാച്ചുറലാണ്. തേങ്ങ അതല്ല അതാണ്. അപ്പൊ 1 ലക്ഷം റുപ്യ ലാഭം എനിക്ക് എവിടുന്ന് കിട്ടും? വേറെ ഇതുമേ ഒരു 10-15 റുപ്യ മുടക്കി കഴിഞ്ഞാല് കച്ചവടം കിട്ടും. പക്ഷെ പൈസ റെഡി ആയിട്ട് ചെയ്യണം. ഈ കഥ ഒന്നും പോയിട്ട് കഥ പറയരുത്. അതെ, ഇത് നീ കഥ പറയരുത്. കഥ പറയരുത്. ഇന്നലെ ഒരാളുടെ ഫോൺ നോക്കിയപ്പോ കഥ പറയേണ്ട ഇന്നലെ ഫോൺ നോക്കിയപ്പോ കണ്ട് രാത്രി എനിക്കൊരു കഥ പറയാനുണ്ട്. അപ്പൊ മറ്റേ അവിടെ ഒരു 100 മെസ്സേജ് മറ്റേ പാർട്ടിക്കാര് പറയുന്നുണ്ട് എന്ത് പോയി കിടക്കടാ പോയി കിടക്കടാ പോയി ഇറങ്ങടാ പോയി ഇറങ്ങടാ പോയി ഇറങ്ങടാ പോയി കിടക്കടാ കട്ടാക്കൂല അവന്. ഇതൊക്കെ കട്ട് ചെയ്യേ മൊണ്ണേ. ഇതിന്റെ ഫോണാണേ. ഇതൊക്കെ ഇന്റെ ഫോണാണേ. അത് ഓനുണ്ട് ഡയലോഗ്. എന്തായാലും എടുത്ത് റീലിടില്ല പറഞ്ഞതൊക്കെ 100% ഉറപ്പാ. പിന്നെ പിന്നെ ഇന്ന് രാത്രി അനിയും നല്ല ബിസിയാ ഉറപ്പാ. അതെ, കഥ പറയാണ്ട് രാവിലെ വരെ കഥ പറച്ചിലാവും. പക്ഷെ എന്നാലും മോസോണ്ട് ഒരു മൂഡ് പോയി. അപ്പൊ നമ്മള് ഇനി ഞങ്ങള് അനീമ് പുതിയ ഫോൺ എടുക്കുന്നുണ്ട്. S23. നിങ്ങൾ പറയാ S23 ആണ് വേണ്ടിയത്, ഐഫോൺ ആണ് വേണ്ടിയെന്നുള്ളത്. പക്ഷെ S23 യൂസ് ചെയ്യാനില്ലേ ടൈം കഴിഞ്ഞേക്കണ്. അതെ, അത് കഴിഞ്ഞു. ഇപ്പൊ നോക്കിയൊക്കെ നോക്കിയുടെ പഴയ സ്വിച്ച് ഫോണുകളിലൊക്കെ കാലഘട്ടത്തേക്ക് എത്തിയാണ്. തിമിരത്തിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ പ്രായത്തിന്റെ ആയിട്ടുള്ള ഒരു അസുഖങ്ങളാണ് ഉണ്ട്. നമ്മള് പരിഗണിക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും പ്രശ്നമുള്ള കാര്യം ഇച്ചിരി വയസ്സാം കാലത്ത് നമുക്ക് കല്യാണം അയക്കണം എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് നമ്മൾ സമ്മതിക്കണില്ല. കാരണം നമ്മള് ഓപ്പോസിറ്റിലെ ആൾക്കാർ നമ്മൾ നോക്കണ്ടേ. ഓൾഡ് ഏജ് ഹോമിന്ന് ചിലപ്പോ ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇന്നലെ വയനാട് കാലുത്തിയൊക്കെ എനിക്ക് കാണിക്ക്. ഇപ്പൊ ഇന്നലെ വയനാട് കാലുത്തിയൊക്കെ ഇവന്റെ മൂക്കടഞ്ഞിട്ട് ജലദോഷം പനിക്കണ പോലെ. എന്നിട്ട് എന്നോട് പറഞ്ഞ എന്താ അറിയോ? എന്നോട് പറഞ്ഞേ എന്താ അത് കാറ്റടിച്ചിട്ടാണ് ഇതാക്ക്. എല്ലാ സ്ഥലത്തും ഒന്നും വടക്കേടന്ന് കുന്നോളം പോയി അല്ലെങ്കിൽ വേറെ സ്ഥലത്തും പോയി ആൾക്ക് അസുഖം. തള്ളു പറഞ്ഞ മാതിരി തള്ളു. ഏത് പരിപാടി കഴിഞ്ഞാലും ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഇനി നാളെ കണ്ടോ 2 ദിവസം കഴിഞ്ഞ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അത് 100% ഉറപ്പാ. 2 ദിവസം കഴിഞ്ഞ ഹോസ്പിറ്റലിൽ എടുക്കും. ഞാന് ഹോസ്പിറ്റലല്ലേ. അപ്പൊ നമ്മള് ഇനി നമ്മളുടെ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞിരിക്കുകയാണ്. എവിടെ പോയാലും ചൂടാക്കി തരും. വയനാട് പോയ വയനാട് അത് പറയണം നമ്മളില്ലേ ശരിക്കും. ഇത്ര കാലം എന്താ നമ്മള് എല്ലാ ദിവസം വയനാട് പോകുമ്പോൾ എന്നാലും കുറച്ച് എന്തെങ്കിലും തണവൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കോട രാവിലെ ഉണ്ടാവും. പക്ഷെ ഇബനായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കോട ഉണ്ടാവില്ല, വെയിൽ വരും. വെയിലില്ലാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാല് വെയിലുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മഴ പെയ്യും, മഞ്ഞുള്ളടുത്ത് പോയി കഴിഞ്ഞാൽ വെയിലാക്കും. എന്താ അതെല്ലാം ദൈവത്തിന്റെ കളികൾ. ദൈവത്തിന്റെ എന്റെ ഓരോ ദൈവത്തിന്റെ അപ്പൊ ഇന്നത്തെ നമ്മുടെ രസകരമായ ഒരു ഹോസ്പിറ്റൽ അതാണ് ഇനി അടുത്ത രസകരമായ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മളാകെ ബഡ്ജറ്റ് വന്നത് എത്ര 1000 റുപ്പീസിനായിരുന്നു അല്ലേ? വരുമ്പോ ഡാഡി എല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ ഡാഡി ലാസ്റ്റ് ചതിച്ചു. നമ്മള് ഡാഡി മോസം ബ്രോസ്റ്റഡിന്റെ അവിടെ നിന്ന് ചതിച്ചു നമ്മളെ. 2000 വെറും പുല്ലാണ്. പുല്ലാണ്. ഒരു ദിവസം വർക്കിന് പോയാൽ കിട്ടേണ്ട പൈസ ഉള്ളോ? 10,000 ഇട്ടുള്ളോ? ലക്ഷറി ലൈഫാണ് അവന്റെ. വീട്ടില് 5 BMW, അതെ, ഒരു 4 ഓടി, പിന്നെ ഒരു എസ്എസും. അപ്പോ നമ്മള് എന്താ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ അമിനെ കാണിക്കുന്നി. ഇതുവരെ നമുക്ക് വീഡിയോ എടുത്തു തന്നത് ഞങ്ങളുടെ സ്വന്തം. ഇത് ജിമ്മിക്കുട്ടനല്ല, ഇത് ജിമ്മിക്കുട്ടനല്ല, ഇത് അമ്മിക്കുട്ടനാണ് നമ്മളുടെ. ഇവനാണ് ഞങ്ങളെ വീഡിയോഗ്രാഫർ. പറയണ ആൾക്ക് ഇപ്പൊ നല്ല എല്ലാം അടിപൊളിയാണ് അല്ലേ? ഇന്ന് നാളെ കാണാ പനിയാണ്. അതൊക്കെ ഉണ്ടാവും. അപ്പൊ എന്നാ എല്ലാവരോടും ബൈ. ഇനി അടുത്തൊരു വ്ളോഗായിട്ട് നമ്മൾ വരാം. ഓക്കെ. വയസ്സാം കാലത്ത് ഇപ്പോഴും എനിക്ക് പരിപാടി തന്നെ. ഇത് കൺക്ലൂഷൻ പറയും. ഞങ്ങള് ഇനി ഈ പരിപാടി ഞങ്ങള് ഇതോടെ കൂടി നിർത്താൻ പോവുകയാണ്. അല്ല ഇതല്ല ഇന്നത്തെ പരിപാടി. അങ്ങനെ ഇനി പുതിയ
പുതിയ വ്ളോഗുമായി എത്തും ഞങ്ങൾ. കമ്മിങ് സൂണ്. പിന്നെ പുതിയ ഞങ്ങൾ വെറൈറ്റി വ്ളോഗ് ആയിട്ട് ഞങ്ങൾ കണ്ടന്റുകളായിട്ട് ഞങ്ങൾ വരാൻ. ഇനി എന്താ ചായ പിടിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇനി ട്രെയിൻ കയറി പോണ അങ്ങനെ അതൊക്കെ ഉണ്ട്. അതാണ് ഇനി പുതിയ പ്ലാനിങ്. അതിന് വരും കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് സാധനം വരും. സാധനം ഇടും. ഓക്കെ ബൈ 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 ലവ് യു.